ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും രുചിയിലും സ്വാദിഷ്ടമായ പോംഫ്രെറ്റ് ഫിഷ് കറിയാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പോംഫ്രെറ്റ് മീൻ 1 kg, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, കുടംപുളി 3 പീസസ്, ചെറിയുള്ളി 20 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി 1 വലിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി 1 മുഴുവൻ, പച്ചമുളക് 8 എണ്ണം 2 പിളർന്നത്, കറിവേപ്പില ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, തേങ്ങ 1 കപ്പ്. കുടംപുളി ഇട്ട് വെച്ച പോംഫ്രെറ്റ് ഫിഷ് കറി. വളരെ എളുപ്പത്തിലും രുചിയിലും സ്വാദിഷ്ടമായ പോംഫ്രെറ്റ് ഫിഷ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മീൻ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഓരോ മീനും അതിൻ്റെ സൈസിനനുസരിച്ച് മുറിച്ച് മാറ്റിവെക്കുക. കുടംപുളി കഴുകി വെള്ളത്തിൽ കുതിർത്താൻ വെക്കുക. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോവാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കുക. ചട്ടി നല്ലതുപോലെ ചൂടായാൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിക്കാവുന്നതാണ്. പടപടാന്ന് കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിട്ട് വഴറ്റാം. കൂടെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അരച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും ഇട്ട് നന്നായി വഴറ്റുക. ആവശ്യത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് മീൻകറിക്ക് വേണ്ട ചാറ് റെഡിയാക്കാവുന്നതാണ്. അതിലേക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന കുടംപുളിയും വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. ചാറ് നല്ലതുപോലെ വെട്ടിത്തിളക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ചുറ്റിച്ച് മീൻ പൊടിഞ്ഞു പോകാതെ സ്പൂൺ കൊണ്ട് മെല്ലെ ഇളക്കി മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കുക. ചാറ് കുറുകി വരുമ്പോൾ മീൻ കറി അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിടാവുന്നതാണ്. ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഗാർണിഷ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ സ്വാദിഷ്ടവും രുചികരവുമായ പോംഫ്രെറ്റ് ഫിഷ് കറി റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളും ഇങ്ങനെ തയ്യാറാക്കി രുചിച്ചു നോക്കുവിൻ. കമൻറ്റ്സ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും തരിക. അപ്പോൾ പുതിയൊരു ഐറ്റവുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ടാറ്റാ, ബൈ ബൈ, സീ യു.